ഹലോ ഗായ്സ്, ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഓഫീസിൽ നിന്ന് ലാസ്റ്റ് വീക്ക് കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 3 വർഷമായി ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഇവിടുത്തെ ഒരു പ്രോഗ്രാം പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനൊരു കാരണവുമുണ്ട്. ഞങ്ങൾ കൊറോണയുടെ ഏകദേശം ആ ഒരു ടൈമിൽ മീൻസ് 2021 കയറിയത് കൊണ്ട് ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഓഫീസിലേക്ക് വരേണ്ട ഒരാവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മീൻസ് ഡോണിയെയും രേഖ ചേച്ചി, അതിൽ ഡോണി ഇപ്പം മെറ്റേണിറ്റി ലീവിലും അതുപോലെ തന്നെ രേഖ ചേച്ചി റിസൈനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഒരു കൺഫ്യൂഷൻ, ഈ ട്രിപ്പിന് വരണോ വേണ്ടയോ എന്ന്. ബിക്കോസ് പിന്നെ എനിക്ക് നേരിട്ട് കണ്ടുപരിചയം ആകെയുള്ളത് ഡോണിയനെ മാത്രമാണ്. പിന്നെ ഞാൻ കുറച്ച് മാസം മുമ്പ് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരാളെ കൂട്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ റീസെൻ്റ്ലി ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഈ ട്രിപ്പിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ ഞാൻ 2-3 പേരായിട്ടും കൂടി കമ്പനിയാണ് കേട്ടോ. മീൻസ് ഫോണിൽ കൂടി മാത്രമുള്ള കമ്പനിയുള്ളേ, അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അവരും കൂടി വാന്നും പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. സോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പേരങ്ങ് കൊടുത്തു. ഇവർ 3 പേരാണ് കേട്ടോ. അവർ ആര്യൻ, എൽസിറ്റ്, ചന്ദനൻ. 3 പേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കോതമംഗലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ചു നേരം ബ്രേക്ക്ഫാസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇടുക്കിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലെത്തിയിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നത്. അപ്പവും ഗ്രീൻ പീസ് കറി ആയിരുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന്. ആ മലയുടെ അവിടെ നിന്ന് കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയൊരു വെയിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി റെയിൻബോയിൻ്റെ വ്യൂ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കാൽവറി മൗണ്ടിൽ എത്തിയിട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ പറയാവേ.